അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞതും അവരിരുവരും ഈ ചോദ്യവും ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവസാനം താൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ തന്നെയാണെന്ന് അബൂ താലിബ് പ്രസ്താവിച്ചു. അപ്പോൾ നബി പറഞ്ഞു, എന്നാൽ താങ്കൾക്ക് വേണ്ടി നിരോധനം വരാതിരിക്കുവോളം ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതായിരിക്കും എന്ന് തത്സമയമാണ് ഈ സൂക്തം അവതരിച്ചത്. ഏത് സൂക്തം? സൂറത്ത് തൗബ 9-ാം അധ്യായം 113-ാമത്തെ വചനം അവതരിച്ചത്. ഇങ്ങനെ ഖുർആനിലുടനീളം അബൂ താലിബ് അതുപോലെ തന്നെ ആസർ ഇവർ വിഗ്രഹാരാധകരായിരുന്നു എന്നും ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ മരിച്ചത് എന്നും ഖുർആനിൽ അനവധി വചനം പറയുമ്പോ അതിന് വ്യാഖ്യാനിച്ച സുന്നി പണ്ഡിതന്മാർ അവരുടെ വ്യാഖ്യാനങ്ങളിലൂടെ അത് ബോധ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് വ്യക്തമായ തെളിവാണ്. മുസ്തഫൽ ഫൈസി പറയുന്നവർ രണ്ടുപേരും സ്വർഗസ്ഥരായിരുന്നു, മോക്ഷം ലഭിച്ചവരായിരുന്നു. ഇത് നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ മുജാഹിദ് ഇങ്ങോട്ടോങ്ങിയ വിരലിനേക്കാളും മന്ത് നിങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് വിരലിലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതില്ല, പക്ഷെ നിങ്ങൾക്ക് കയ്യും കാലും മുഴുവനും നിങ്ങൾക്ക് മന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇതൊക്കെ തെളിവുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ ഓടിച്ചു പോകേണ്ടവരാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഉമ്മത്ത്, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത്, അവിടെ ശിർക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ കാര്യമാണ് ഞങ്ങൾ തിരുത്തി കൊടുക്കുന്നത്. നിങ്ങൾ ആ ഭാഗം ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയെ. അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്. വെറുതെയാക്കല്ല നബിയെ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയെ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള റസൂലല്ലാഹ് അത്ര രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ റബ്ബേ. സന്തോഷമുള്ള ജീവിതമോ കുടുംബമോ മക്കളെ നീ കൊടുക്കണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്. മരിക്കുന്നതിന് മുമ്പായി അവിടുത്തെ കാണിക്കണേ നബിയേ. അവിടുത്തെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിക്കണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ പൂമുഖം കാണിക്കണേ നബിയേ. അവിടുത്തെ താമര പൂവിന്റെ ലങ്കിലുള്ള മുഖം കാണാൻ ആഗ്രഹിച്ചവരാണ്, അത് കൊതിച്ചവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് യാ റസൂലല്ലാഹ്. അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. അപ്പോ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. അവനെ ആരാധിക്കാതെ ഗർവ് നടിച്ച് തിരിഞ്ഞു കളയുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യന്മാരായി നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം എനിക്ക് പല സ്ഥലങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്റെ ഒരു പരാമർശം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഞാൻ. അതിലൊന്നെന്താണ്, എനിക്ക് മതം പറയാനുള്ള അവകാശമില്ല. ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിൽ ജനങ്ങളെ വിശദീകരിച്ച് ചാലിയത്ത് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും നോക്കി നീ പഠിക്കണം. എത്ര വലിയ പണ്ഡിതന്മാർ പറഞ്ഞാലും നിങ്ങൾ അവർ പറഞ്ഞു എന്നതുകൊണ്ട് അവരെ വിശ്വസിക്കരുത്. എന്നെയും നിങ്ങൾ വിശ്വസിക്കരുത് പ്രമാണങ്ങൾ പരിശോധിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞിടത്ത് അലവി സക്കാഫി എന്ത് ചെയ്തു? എന്നെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ ഭാഗം മാത്രം കേൾപ്പിച്ചു. നീതിബോധമുണ്ടോ? പടച്ചവനെ പേടിയുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ഏത് സദസ്സിൽ നമ്മൾ പറയാറില്ലേ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം നിങ്ങൾ പഠിക്കണം. മദ്ഹബുകാരാന്ന് പറഞ്ഞാൽ പോരാ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എവിടുന്ന് തെളിവ് പിടിച്ചു എന്ന് നിങ്ങൾ നോക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കള്ളൻ എന്നാണോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാരോട് നിങ്ങൾക്ക് നല്ല കാര്യം
കാര്യം പറയാൻ എത്രയുണ്ട്. ഒരു പ്രസംഗത്തിനിടയിൽ ഏതൊരു മനുഷ്യനും വിനയത്തോടു കൂടി പറയുന്ന കാര്യം എന്ത്? ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ പ്രമാണങ്ങൾ അവലംബിച്ചോളൂ, ഞാൻ ഉപദേശിക്കാൻ ഒരു പക്ഷേ അർഹനല്ല എന്ന് വിനയം കൊണ്ട് ആളുകൾ പറയും. അതിട്ട് കേൾപ്പിച്ചിട്ടാണ് നേരം വെളുപ്പിക്കുന്നത്. എന്തൊരു ദുര്യോഗമാണ് അല്ലേ? അതുപോലെ ഒരു ചാരിയത്ത പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എന്ത് ജനങ്ങളെ, എനിക്ക് 2 പെൺകുട്ടികളായിട്ട് പോലും പല നിലക്കും കൊല്ലപ്പെടുമെന്ന് ഊഹിച്ചിട്ട് പോലും പല സ്ഥലങ്ങളിലും കൊല്ലാൻ നോക്കിയിട്ട് പോലും അതൊക്കെ മറന്ന് നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ഇത് സത്യമായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശദീകരിച്ച വിശദീകരണത്തെ നാട് മുഴുവൻ അലവി പറയുന്നതറിയോ? എനിക്ക് 2 പെൺകുട്ടികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് 4 ഉണ്ട് എന്ന് പറഞ്ഞു മൂപ്പര് പരിഹസിക്കുക ചെയ്ത്. ഇങ്ങനെയാണ് അദ്ദേഹം ഞാൻ പറയും, അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗങ്ങളിലും സത്യമായ ഒരൊറ്റ വാചകം ഇല്ല എന്നുള്ളതാണ്. മുഴുവൻ പച്ചക്കള്ളമായിരുന്നു ഇവിടെ പറഞ്ഞത്. ഇല്ല ക്ലിപ്പിംഗ് മുഴുവനും നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പച്ചക്കള്ളം പറയാ എന്തിന്? അള്ളാഹുവിനെ പേടിക്കണമെന്ന് നമുക്ക് പറയാം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? നമ്മളിവിടെ പ്രസംഗിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പേരോടിന്റെ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ കണ്ടു നോക്കൂ. അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചു. ഞാനിവിടെ വന്നപ്പോൾ എന്റെ സ്നേഹിതന്മാരും ഞാൻ ആദരിക്കുന്നവരുമായ പണ്ഡിതന്മാർ ഒരു നല്ല വഅദ് പറയണമെന്ന് എന്നോട് പറഞ്ഞു. നല്ല വഅദ് പറയാൻ ഞാൻ അതിനർഹനാകണ്ടേ? വഅദ് എന്ന് പറയുന്നത് ഉപദേശമാണ്. ഉപദേശിക്കാനുള്ള അർഹത ഈ പാവപ്പെട്ടവരില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു ദുആ ചെയ്യുമ്പോൾ ഈ സാധുവായ ഞാനൊന്ന് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ദുആ ചെയ്തിട്ട് ലോകത്തിന്റെ അധിപനായ റബ്ബ് എനിക്കൊന്ന് കാരുണ്യം ചെയ്താൽ, എന്റെ പാപങ്ങളൊക്കെ റബ്ബൊന്ന് കഴുകി തന്നാൽ, എന്നെ ഒന്ന് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്റെ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി തന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്നല്ലാതെ നിങ്ങളെ ഉപദേശിച്ച് വഅദ് പറഞ്ഞു തന്നാക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുണ്ടെന്ന വിശ്വാസവും എനിക്കില്ല. എനിക്കതിന്റെ കഴിവും കെൽപ്പുമില്ല. ഹിദായത്ത് എന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചം റബ്ബ് കൊടുത്തവർക്ക് കിട്ടും. കേട്ടല്ലോ നിങ്ങള്? പേരോട് ഉസ്താദ് പറയുന്നത് എനിക്ക് ഉപദേശിക്കാനുള്ള അർഹതയില്ല, ഹിദായത്ത് ഒരു വെളിച്ചമാണ്, അതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. ചങ്ങായിമാരെ, അത് ആ ക്ലിപ്പിംഗ് ഇട്ടിട്ട് ഞാൻ ഉപദേശിക്കാൻ യോഗ്യനല്ല, നിങ്ങളൊരു ദയ കിട്ടിയാലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോട്ടെ, എന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്, ഞാൻ ഒരു നിലക്കും നിങ്ങൾ ഉപദേശിക്കാൻ യോഗ്യനല്ല. ഞാൻ ചോദിക്കട്ടെ, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ നിങ്ങളെ പോലെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. അതൊരു സ്ഥലത്ത് വന്നപ്പോ നിങ്ങൾ ഞങ്ങളെ നല്ലൊരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വിനയം കാണിച്ചതാ. ആ വിനയം കാണിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞങ്ങൾ അതിനെ പരിഹസിക്കുന്നില്ല. അതിന്റെ പേരിൽ പേരോടിന് ഉപദേശിക്കാൻ അർഹതല്ല ഞങ്ങൾ പറയില്ല. കാരണം അതൊരു പ്രസംഗത്തിന്റെ സന്ദർഭത്തിൽ ആരും കാണിക്കുന്ന ഒരു വിനയമാണ്, അനുവദിക്കപ്പെട്ട ഒരു വിനയമാണ്. എല്ലാവർക്കും അറിയാം. ആ വിനയത്തെ കാണിച്ചിട്ട് ഒരു മനുഷ്യൻ അറിവില്ലെന്നും അയോഗ്യനാണെന്നും പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ സക്കാഫിമാർക്ക് പറ്റുന്ന വിവരക്കേടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് അവർക്ക് മാത്രം പറ്റുന്ന വിവരക്കേടാണ്. സന്ദർഭത്തെ അപ്പുറത്തു പറഞ്ഞ മനസ്സിലാക്കാനുള്ള യോഗ്യത പോലും ഇല്ലാതെ പോയ കൗമേ ഈ ക്ലിപ്പിംഗ് ഇട്ടിട്ട് ഹിദായത്ത് ഒരു വെളിച്ചമാണ്, അത് പറയാൻ ഞാനാണല്ലോ, എനിക്ക് കിട്ടിയിട്ടില്ല തുറന്നു പറയും, ഞാൻ ഉപദേശിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഈ കേസറ്റ് ഇട്ടിട്ട് ഞങ്ങളും നാട് കണ്ടിയാലോ? നിങ്ങൾ മനസ്സിലാക്കുക. ഹക്ക് പറഞ്ഞു കൊടുക്കും, തെളിവുകൾ പറഞ്ഞു കൊടുക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാ പിന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യം സുന്നത്തായ റസൂലിന്റെ താടിനോട്. ഇന്നൊരു താടി നീട്ടി ഇങ്ങോട്ട് വന്ന് ഓരോ ഭാഗത്ത് എന്തൊക്കെയോ എന്തൊരു കുന്തത്തിനൊരു താടിയും, ഈ താടി മുറ്റടിക്കാൻ പറ്റും, ചൂലാക്കാൻ പറ്റും. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ പറയുന്ന ആരെയാ? നിങ്ങൾ മനസ്സിലാക്കുക. പ്രസംഗല്ലേ മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന വിഷയത്തെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല മുസ്ലിയാക്കന്മാർക്ക്. പിന്നെ എന്തേ പറ്റൂ? പോലെ ചീത്ത പറയാ, പിന്നെ ഗാലം കണക്കിന് ഇന്ദ്രിയത്തെ പറ്റി പറയാ, സൊസൈറ്റിനെ പറ്റി പറയാ. ഇതൊക്കെ അല്ലാതെ കൃത്യമായി തെളിവുകൾ പറയാൻ പറ്റുന്നില്ല. അപ്പൊ താടിക്ക് കുറ്റപ്പെടുത്തുക, അതിന്റെ കുന്തം പറയാ. ആ വിഷയത്തിൽ എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞങ്ങളെയൊക്കെ താടി നീട്ടാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? മുജാഹിദ് പ്രവർത്തകർ ഓരോരുത്തരെയും ഞങ്ങൾ ഗൗരവമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കൽപ്പനയാണ് താടി വെക്കൽ, അമ്രാണ്, നിർബന്ധമാണെന്ന വാജിബാണെന്ന ആളുകൾ പറഞ്ഞത്. താടി നീട്ടൽ ഇങ്ങനെ ഉമിക്കേരി പോലെ ആക്കലല്ല കേട്ടോ. ഈ താടിക്ക് വിമർശിക്കുന്ന ഒറ്റ കുട്ടി റസൂലിന്റെ സുന്നത്തനുസരിച്ചുള്ള താടിയല്ല. ഒരു വെട്ടിച്ചെറുക്ക് വെട്ടാൻ പാടില്ല താടി കേട്ടോ. ഒരു പിടി കഴിഞ്ഞ ചോട്ടിന്ന് ഇങ്ങനെ മുറിക്കാം, അതിനെ തെളിവുള്ളൂ കേട്ടോ. അത് ആദ്യം പേരോട് ഉസ്താദ് എതിർക്കുന്നു, ഇത് താടി. പിന്നെ പേരോട് ഉസ്താദ് താടി സ്ഥാപിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണത്, ഇതൊക്കെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഷയവും ഇവിടെ തീരില്ല. നമ്മുടെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് നിങ്ങളത് കേൾക്കുക, നിങ്ങളത് മനസ്സിലാക്കുക.